മാന്യസദസ്സിന് നമസ്കാരം. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമ അനേകായിരങ്ങളിൽ സുവിശേഷത്തിന്റെ ആവേശം പകരാൻ, മിശിഹാനുകരണത്തിന്റെ അഗ്നി കൊളുത്താൻ പീഠത്തിന്മേൽ ഉയർത്തിവെക്കപ്പെട്ട വിളക്കാണ്. ജീവിത വിശുദ്ധിയിലൂടെ നമുക്ക് മാതൃകയായവർ. കേരളത്തിലെ കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുപാടത്ത് കുടുംബത്ത് 1910 ഓഗസ്റ്റ് 19 അന്നക്കുട്ടി ജനിച്ചു. ചെറുപ്പം മുതലേ ഒരു കന്യാസ്ത്രീയാവാനുള്ള ആഗ്രഹം കൊച്ചു മനസ്സിൽ നിറച്ച അവൾ സമൃദ്ധിയുടെയും ലൗകികതയുടെയും പ്രലോഭനങ്ങൾ ത്യജിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തത് സഹനങ്ങളുടെയും വേദനകളുടെയും മുൾവഴികളാണ്. കുട്ടിക്കാലം മുതൽ സുഹൃതങ്ങളുടെ പാഠശാലയിൽ സ്നേഹം, ത്യാഗം, സഹനം, ലാളിത്യം എന്നിവ പരിശീലിച്ചിരുന്ന വിശുദ്ധ ഈശോയോടുകൂടെ ഈശോയ്ക്ക് വേണ്ടി എന്ന മതം പാലിച്ചിരുന്നു. വിശുദ്ധ അൽഫോൻസയുടെ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് ലോകദൃഷ്ടിയിൽ അധികമാരും അറിയാത്ത അവളെ ദൈവം വിശുദ്ധരുടെ സോപാനത്തിലേക്ക് ഉയർത്തിയതിനു പിന്നിലെ രഹസ്യം. എൻ്റെ ദൈവമേ, എന്നെ സഹനത്തിന്റെ ബലിവസ്തുവാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന സ്നേഹം. സഹനങ്ങളാൽ ഉറങ്ങാൻ പറ്റാതെ കിടക്കുമ്പോൾ നീ എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യത്തിന് ഞാൻ ഈശോയെ സ്നേഹിക്കുകയാണ് എന്ന് മറുപടി പറയാൻ കഴിയുന്ന സ്നേഹം. നീ ചോദിക്കുന്നതെല്ലാം ഞാൻ തരുന്നില്ലേ, അതുപോലെ ഞാൻ ചോദിക്കുന്നതെല്ലാം നീയും തരണം എന്ന് സർവ്വസ്വാതന്ത്ര്യവും ഉപയോഗിച്ച് ദൈവത്തോട് പിടിച്ചു വാങ്ങുന്ന സ്നേഹം. വിശുദ്ധ അൽഫോൻസയുടെ ജീവിതത്തെ ദീപ്തവും ഊഷ്മളവുമാക്കുന്നത് ഈ സ്നേഹമാണ്. പലവിധ രോഗപീഠങ്ങളാൽ പരീക്ഷിക്കപ്പെടുമ്പോഴും ജീവിത സങ്കടങ്ങളുടെ തിരശ്ശീലയ്ക്ക് മുന്നിൽ വിശുദ്ധ അൽഫോൻസ പ്രസന്നവദനയായി നിന്നതിന് പിന്നിലും ഇതേ ക്രിസ്തു സ്നേഹമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? രോഗമോ പീഡനമോ പട്ടിണിയോ ആപത്തോ വാളോ എന്ന പൗലോസ്ലീഹായുടെ ചോദ്യത്തിന് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചവളാണ് വിശുദ്ധ അൽഫോൻസ. കറയറ്റ ഒരു സന്യാസിനിയുടെ ആന്തരിക അച്ചടക്കത്തിന്റെ കഥയാണ് അവളുടെ ജീവിതം. സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് ഉയർത്തിക്കാട്ടി സന്യാസ ജീവിതത്തിന്റെ മാറ്റം തന്ന് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധ അൽഫോൻസ 1946 ജൂലൈ 28 തന്റെ സഹനബലി പൂർത്തിയാക്കി. അങ്ങനെ അവൾ ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായി. ലോകത്തിലും വിശിഷ്യ ഭാരതത്തിലും വിശുദ്ധിയുടെ പരിമളം പരത്തുന്നു. അൽഫോൻസാമയുടെ ആയുധം സഹനവും ജീവിതം ബലിയുമായിരുന്നു. സഹനങ്ങൾ തന്നാണ് ഈശോ നമ്മെ സ്നേഹിക്കുന്നതെന്നും സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവിടുന്ന് സഹനങ്ങൾ കൊടുക്കൂ എന്നും അവൾ ആത്മാവിൽ കുറിച്ചിട്ടു. ദൈവത്തോട് അവൾ സഹനങ്ങൾ ചോദിച്ചു വാങ്ങി. ജൂലൈ 28 വിശുദ്ധയുടെ തിരുനാളിനോട് നാം അടുക്കുമ്പോൾ അൽഫോൻസാമയുടെ ജീവിത ദർശനം നമുക്ക് ഓർക്കാം. കുരിശുകൾ തന്നാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നത്. അവിടുന്ന് തരുന്ന കാസ ഞാൻ മട്ടോളം കുടിച്ചിറക്കും. ജീവിത പീഡകളാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിത മാതൃക നമ്മെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.